കുഞ്ഞുങ്ങൾ ചില സമയത്ത് ഒരു സൈക്കോ ആയി മാറും. എത്ര അടിച്ചിട്ടും ബോൾ പൊട്ടുന്നില്ല. പിന്നെ അവൻ ഒന്നും നോക്കിയില്ല. വലിയ ബോൾ പൊട്ടിക്കാൻ പറഞ്ഞിട്ട് അവൻ പൊട്ടിച്ച് 2 ചെറിയ ബോൾ. എവിടെ ചെന്നാലും കാണും ഇതേപോലത്തെ കുരുപ്പുകൾ. ഓരോ പണികൾ ഉണ്ടാക്കി തരാനായിട്ട് കുരുത്തം കെട്ട സാധനങ്ങൾ. ഒരു കുഞ്ഞിന്റെ ചെറിയൊരു തമാശ. ഇതാണ് കൈപുണ്യം എന്ന് പറയുന്നത്. ഹോം ഡെലിവറി. ഇതിലൊരു കോമഡി ഉണ്ട്. ആ നിൽക്കുന്ന 3 പേര് പേടിക്കാതെ അവിടെ നിൽക്കുന്നേ. അവിടെ അത്രയും വലിയ ആക്സിഡന്റ് ഉണ്ടായിട്ട് ഒരു ഫീൽസും അവരുടെ ഇടയിലില്ല. അതിൻ്റെ അർത്ഥം ഇത് അവിടെ സർവ്വസാധാരണമാണ്. കുപ്പി പൊക്കിയിട്ട് നിർത്തുന്നത് എല്ലാവരും 90 ഡിഗ്രി ആംഗിളിലാണ്. ഇവിടെ ഒരു ചേച്ചിക്ക് എല്ലാവരും ചെയ്യുന്നത് പോലെ 90 ഡിഗ്രി ആംഗിളിൽ ചെയ്യുന്നത് ഇഷ്ടമല്ല. ചേച്ചിയുടെ സ്റ്റൈൽ 45 ഡിഗ്രി ആംഗിളിലാണ്. കോപ്പിയടി ഇഷ്ടമല്ല പോലും. എവിടുന്ന് കുറ്റം പൊട്ടിച്ച് വന്നതാണോ എന്തോ ആ ചേച്ചിക്ക് ജീവിതം മടുത്തെന്ന് തോന്നിക്കുന്നത്. റോഡിലൂടെ മര്യാദയ്ക്ക് പോകുന്നവരെ ആക്സിഡന്റ് ഉണ്ടാക്കി ഹോസ്പിറ്റലാക്കണമെന്ന് നേർച്ചെടുത്ത് കാണും. അവനെ കണ്ടു പഠിക്കണം. കാല് വയ്യെങ്കിൽ എന്ത്, കളിക്കാനുള്ള ആത്മാർത്ഥത. കസേരയിട്ട് ഗോൾ പോസ്റ്റിന്റെ അകത്താണ് ഇരിക്കുന്നത്. വീട്ടിൽ പോകുമ്പോൾ മറ്റേ കാലും തല്ലി ഒടിക്കാതെ പോയാൽ മതിയായിരുന്നു. ആ സ്റ്റേജിന്റെ പുറകെ നിൽക്കുന്നവനൊന്ന് നോക്കി വെച്ചേരെ. അവിടെ ഇരിക്കുന്ന ഗിഫ്റ്റും എടുത്ത് പിന്നെ ഒരു ഉളുപ്പുമില്ല സ്റ്റേജിൽ വന്ന്. ഇങ്ങനെയാണെങ്കിൽ ഒന്ന് കുനിഞ്ഞിട്ട് നിവരുമ്പോൾ മർമ്മം പോലും അവ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. ചിലവ് കുറഞ്ഞ ബർത്ത്ഡേ സെലിബ്രേഷൻ. ഒരു ക്ലാസ് റൂമിൽ വെച്ച് ബർത്ത്ഡേ ആഘോഷം നടത്തിയാലുള്ള അതേ ഫീൽ തന്നെ. സ്റ്റേജിലിരുന്ന് കളി കണ്ടാൽ പോരാ, ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ചാലേ ശരിയാക്കും എന്ന് പറയുന്നത് പോലെ മീൻ പിടിക്കാനായിട്ട് കാലന്റെ കുഞ്ഞും വന്നു. അവിടെ ഇപ്പോൾ ടൈറ്റ് കോമ്പറ്റീഷനായി. ഫ്രണ്ട്സ് തമ്മിൽ തമാശയ്ക്ക് പടക്കം പോലത്തെ സാധനം വെച്ച് കളിക്കുന്നതാണിത്. സ്റ്റാർ വാർ വെബ് സീരീസ് കണ്ടിട്ടുള്ളവർക്ക് ഇതെന്താണെന്ന് മനസ്സിലായി കാണാം. മലയാള ഫിലിമിലെ എവർഗ്രീൻ കൊമേഡിയനായ കുതിരവട്ടം പപ്പു പറയുന്നത് പോലെ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ മതി നമ്മുടെ എഞ്ചിൻ തമ്മിൽ കൂടി. അതേപോലാണ് ഈ ടാപ്പും. What are the four basic parts of computer? ഇന്ന് ആ വീട്ടിൽ ഓണം ആഘോഷം തുടങ്ങി എന്നാ തോന്നിക്കുന്നത്. അവന്റെ അമ്മയായിരിക്കും എല്ലാ പരിപാടിയും മുൻകരുതൽ നോക്കുന്നത്. പഠിക്കാൻ പറഞ്ഞിട്ട് അവൻ നന്നായിട്ട് ഇരുന്ന് പഠിക്കുന്നത് കണ്ട് ഓണ പരിപാടിയുടെ സമ്മാനം അമ്മയായിരിക്കും കൊടുക്കുന്നത്. കോഴിക്കൃഷി എളുപ്പമായി ഈ പിക്ചറിൽ കാണുന്ന പോലെ ചെയ്യേണ്ട രീതി. ആദ്യം ചെയ്യേണ്ടത് കോഴിമുട്ടകൾ കുഴിച്ചിടുക. ഒരാഴ്ച കഴിയുമ്പോൾ മുളച്ചു വരും. കോഴിക്കാലുകൾ പോലെ തോന്നിക്കും. 2 മാസം കഴിയുമ്പോൾ മരത്തിൽ കോഴികൾ കായ്ച്ചു നിൽക്കുന്നത് കാണാൻ പറ്റും. ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് നോക്കാം. ചപ്പാത്തി ഉരുണ്ടിരിക്കാത്തത് കൊണ്ട് ചേട്ടന്റെ വക ഒരു പരിശ്രമം. അടുക്കളയിൽ അമ്മമാര് ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നേ. ഇങ്ങനെയുണ്ടോ ദുരന്തങ്ങൾ? ഒക്കുന്ന കാര്യം വല്ലതും ചെയ്താൽ പോരെ. ആള് കാണിക്കാൻ നോക്കിയതായിരിക്കും. ഇത് ഇപ്പോഴൊന്നും തീരില്ലേ. അവിടെ ഉള്ളവർക്ക് പല വഴിക്കും പോകാനുള്ളതാ. ഇങ്ങനെ കിടന്ന് നാറാനും ഒരു കഴിവ് വേണം. മഴ കാരണം കല്യാണം മാറ്റിവെച്ചു. കല്യാണ ചെറുക്കൻ ഇന്ന് തന്നെ സ്റ്റേജിൽ വെച്ച് കല്യാണം കഴിക്കണം എന്ന് നിർബന്ധം പിടിച്ചു നിൽക്കുകയാണ്. കല്യാണം തകർക്കണം മനസ്സിൽ പ്ലാൻ ചെയ്ത് നിന്നതാകാം. എന്തായാലും മഴ നന്നായിട്ട് തകർക്കുന്നുണ്ട്. ഇതൊരു സിവിൽ എഞ്ചിനീയറുടെ വീടാണ്. വീട്ടിലെന്തോ ഫംഗ്ഷൻ നടക്കുന്നു. ഇറച്ചി ഗ്രിൽഡ് ചെയ്യാനുള്ള സാധനങ്ങൾ വീട്ടിലില്ല. സൈറ്റിൽ നിന്ന് കുറച്ച് മെഷീനറീസ് കൊണ്ടുവന്നു. ഇപ്പോൾ എന്തായാലും പരിപാടികളെല്ലാം സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ട്.